Ummy's Tasty Hut. അസ്സലാമു അലൈക്കും. ഇന്ന് നോമ്പുതുറ സ്പെഷ്യലായിട്ട് ഞാൻ കാണിക്കുന്നത് ഇറച്ചി കേക്കാണ്. ഇറച്ചി കേക്ക് സാധാരണ നമ്മൾ പാനിലൊക്കെ അല്ലേ ഉണ്ടാക്കുക. പക്ഷെ ഞാനിന്നിവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. ചെറിയ കപ്പ് കേക്ക് മോൾഡിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇറച്ചി കേക്ക്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇറച്ചി മസാല റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ആദ്യം ഇറച്ചി ഒന്ന് പൊരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ചെറുതായി നുറുക്കിയ ഇറച്ചി എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് വേവിച്ച് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തതാണിത്. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ടാവും. ഇതിലേക്ക് ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി. ഇറച്ചിക്ക് പകരം നിങ്ങൾക്ക് ചിക്കനും എടുക്കാം. ചിക്കനാണ് ഇറച്ചിയേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ എടുക്കാം. ഇതുപോലെ ഒന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാല. ഒരു 2 മിനിറ്റ് മുരിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കണം. ഞാനൊരു വലിയ സവാളയുടെ പകുതി ചെറുതായി ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒന്നെടുക്കുക. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. വലുതാണെങ്കിൽ 1ൻ്റെ പകുതി മതിയാവും. ഇതിപ്പം അധികം പഴുക്കാത്ത തക്കാളി ആയതുകൊണ്ടാണ് ഈ ഒരു കളറ്. ഇനി ഒരല്പം ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കുറച്ച് കൂടുതൽ ഉണ്ടാവണം ഇറച്ചി കേക്കിന്, എന്നാലേ ഇറച്ചി കേക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എരിവ് കുറവാണെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി റെഡിയാക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 6 മുട്ട പൊട്ടിച്ചതെടുക്കുക. ഇനി അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി ഒരു സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ മടിച്ചെടുക്കാം. സ്പാച്ചിൽ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ മിക്സായി കിട്ടും. ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കപ്പ് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലുള്ള സിലിക്കോണിൻ്റെ കപ്പ് കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏതാണുള്ളത് അതെടുക്കാം. ഇല്ലെങ്കിൽ ചെറിയ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇതില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലെടുക്കാം. ഇനി ഇത് കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതിയേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള് വേവാണ്ടുണ്ടാവും. അധികം ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഹാർഡായി പോവും. അപ്പോൾ പകുതി മാത്രം ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സ്പൂൺ കൊണ്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവർക്ക് ഞാൻ ഒരു കേക്കിൻ്റെ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടതെന്ന്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം.
ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കാന്നുള്ള കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ചെക്ക് ചെയ്താൽ മതി, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. ബേക്കായി കഴിഞ്ഞാൽ ഈ ഒരു കനത്തിൽ ഒഴിക്കുക. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അധികം കനത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം ഹാർഡായി ഉള്ളു വേവാണ്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ പകുതി ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇറച്ചി കേക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഇറച്ചി കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. നല്ലൊരു റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്